ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടാൽമീസ് ഡയറി. UK ഗവൺമെന്റിന്റെ പുതിയ റൂൾ അനുസരിച്ചിട്ട് UK ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോട്ട് സീനിയർ കെയർ വർക്ക് വിസ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ UK വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ റൂള് വഴി നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സീനിയർ കെയർ വർക്ക് വിസേനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. ഞാനൊരു വിസ അഡ്വൈസറോ റിക്രൂട്ടിംഗ് നടത്തുന്ന ഒരു ഏജൻസിയുടെ ആളോ ഒന്നല്ല. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങളാരും എടുക്കില്ലെന്ന് അറിയാം, എന്നാലും ഞാൻ പറയുവാണ്, പല സോഴ്സുകളിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു ഡിസിഷനിലോട്ടേക്ക് എത്തിച്ചേരുക. UK വർക്ക് വിസ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോയിന്റ് ബേസ് സിസ്റ്റത്തിലാണ് വർക്ക് വിസ അവർ കൊടുക്കുന്നത്. 70 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു അപ്രൂവ്ഡ് സ്പോൺസർ ഉണ്ടെങ്കിൽ 20 പോയിന്റ്സ് കിട്ടും. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്കിൽഡ് ലേബർ വർക്ക് കാറ്റഗറിയിലാണ് വരുന്നെങ്കിൽ 20 പോയിന്റ്സ്. അപ്പോൾ 50 പോയിന്റ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 20 പിന്നെ നമുക്കൊരു 20 പോയിന്റ്സ് ആണ് വേണ്ടത്. പക്ഷേ ഈ സീനിയർ കെയർ വർക്ക് വിസ കാറ്റഗറി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് 20 പോയിന്റ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് 70 പോയിന്റ്സ് കിട്ടും. അതുവഴി വർക്ക് വിസ കിട്ടി നമുക്ക് UK വരാം. ഈ സീനിയർ കെയർ പോസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് NHS ഹോസ്പിറ്റലുകളിലേക്ക്, റെസിഡൻഷ്യൽ കെയർ ഹോം അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഹോമിലേക്കൊക്കെയാണ് ഈ പോസ്റ്റ് വരുന്നത്. ഇംഗ്ലണ്ട് സൈഡിലൊക്കെ ഈ NHS ഹോസ്പിറ്റലിലെ ഈ പോസ്റ്റിന് പറയുന്നത് ടീം ലീഡർ എന്നാണ്. അറ്റ് പ്രസന്റ് NHS UK പുറമേ നിന്ന് ആരെയും തന്നെ റിക്രൂട്ട് ചെയ്യുന്നില്ല. മെയിനായിട്ട് കെയർ ഹോമുകളിലും റെസിഡൻഷ്യൽ കെയർ ഹോമുകളിലേക്കൊക്കെയാണ് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ വിസയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് BSc അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കാണ്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ അതിന് മേലെ എത്ര എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല. ഗ്യാപ്പ് കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഗ്യാപ്പ് ഉള്ളവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അറ്റ് പ്രസൻറ്റ് എൻ്റെ അറിവ് വെച്ചിട്ട് ഗ്യാപ്പ് പാടില്ല എന്നാണ്. 1 ഇയർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മിനിമം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇത് കൂടുതൽ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ ഒരു റിക്വയർഡ് സ്കോർ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് സീനിയർ കെയർ വർക്ക് വിസയിലോട്ട് അപ്ലൈ ചെയ്യാം. അവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാം. നിങ്ങൾക്ക് 2 രീതിയിൽ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് വൺ ത്രൂ ഏജൻസിയും അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ കെയർ ഹോമിൽ ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, കെയർ ഹോം എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കെയർ ഹോമിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ കെയർ ഹോമിൽ സ്പോൺസർഷിപ്പ് വർക്ക് വിസ കൊടുക്കാൻ പറ്റുന്ന കാറ്റഗറിയിലാണോ ആ കെയർ ഹോം വരുന്നത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ആ മാനേജറോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾക്ക് UK ഗവൺമെൻറ്റിൻ്റെ ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഓരോ കെയർ ഹോമുകൾ ഓരോ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. A റേറ്റഡ് കാറ്റഗറി, B റേറ്റഡ് കാറ്റഗറി, C റേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കെയർ ഹോമിനും ഓരോ കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ A റേറ്റഡ് കാറ്റഗറിയിലുള്ള കെയർ ഹോമുകൾക്ക് മാത്രമാണ് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കോ വർക്ക് വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കെയർ ഹോം B റേറ്റഡോ C റേറ്റഡോ ആണെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഈവൻ ഏജൻസി ത്രൂ ആണ് നിങ്ങൾ വരുന്നതെങ്കിലും ഈവൻ ഏജൻസിക്കാർ പറയുവാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കാണിച്ചാൽ പോലും നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന്. A റേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. നിങ്ങളപ്പോൾ A റേറ്റഡ് കാറ്റഗറിയിലാണ് ഈ കെയർ ഹോം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ ആ കെയർ ഹോമിലെ മാനേജറോട് അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ചിലപ്പോൾ അവർക്ക് തന്നെ അറിയണ്ടാവില്ല ഈ വർക്ക് വിസ സ്പോൺസർ ചെയ്യാൻ പറ്റും. അത് ചിലവർ അത്ര ബോധേഡ് ആയിരിക്കത്തില്ല ഈ പുതിയ റൂളിനെ പറ്റി വയ്ക്കുക. അപ്പം നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി, അവർ കൂടുതൽ അന്വേഷിച്ച് ഒരു ഡിസിഷൻ എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ പരിചയത്തിൽ ഏതെങ്കിലും കെയർ ഹോമുകൾ ഇങ്ങനെ സ്പോൺസർഷിപ്പ് വിസ വർക്ക് വിസ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാ കെയർ ഹോമുകൾക്കും പറ്റില്ല കേട്ടോ. ചില ലിമിറ്റഡ് കെയർ ഹോമുകൾക്ക് ഇത് സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കെയർ ഹോമിന് 10 to 12 ആൾക്കാരേക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാനും പറ്റുള്ളൂ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുക. ആ ഏജൻസി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. പക്ഷേ ഇത് March 4 ഈ റൂള് വന്നേക്കുന്നത്.
ഇത് വന്നേ പിന്നെ കുറേ ഫ്രോഡ് ഏജൻസികൾ വന്നിട്ടുണ്ട് ഒരു തട്ടിപ്പായിട്ട്, അതായത് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് പുതിയ റൂള് വന്നിട്ടേ ഉള്ളൂ. എല്ലാ കെയർ ഹോമുകളും ജോബ് അഡ്വർടൈസ് ചെയ്യണം, വേക്കൻസീസ് ഇടണം, എന്നിട്ട് മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടക്കുകയുള്ളൂ. അറ്റ് പ്രസന്റ് ഇതുവരെ ആരും റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതൊക്കെ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് റെലവൻ്റ് ആയിട്ടുള്ള നല്ല ഏജൻസി ആണോ എന്നുള്ളത് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഏജൻസിക്കാരെ ഒരു കെയർ ഹോം പറഞ്ഞാൽ തന്നെയായാലും നിങ്ങളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇത് ലിസ്റ്റഡ് കാറ്റഗറിയിലുള്ള കെയർ ഹോം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അവർ പറയും ഇപ്പോൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത്രയും പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ അതിനൊന്നും നിൽക്കരുത്. ഓരോ ഏജൻസീസും ഇത് പുതിയ റൂളാണ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 5 to 10 lakhs വരെയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് കേട്ടു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏജൻസി ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ടയർ 2 വിസ കാറ്റഗറിയിലാണ് ഈ സീനിയർ കെയർ വിസ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. ഈ വിസയ്ക്ക് യാതൊരു ഏജ് ലിമിറ്റേഷൻസും ഏജ് റെസ്ട്രിക്ഷനും ഇല്ല. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പെൻഡൻസ് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. യൂഷ്വൽ കേസസിൽ പാരൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ സ്റ്റുഡൻറ് വിസയുടെ വീഡിയോ ചെയ്തപ്പോഴും കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഡിപ്പെൻഡൻ്റ് ആയിട്ട് പാരൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. എക്സെപ്ഷൻ കേസുകളുണ്ട്, പക്ഷെ അത് വളരെ റയർ ആണ്. നോർമൽ കേസസിൽ നമ്മുടെ സ്പൗസസിനെ നമുക്ക് കൊണ്ടുവരാം, ഭാര്യയോ ഭർത്താവോ ഒരാളെ കൊണ്ടുവരാം. പിന്നെ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആദ്യമേ തന്നെ 3 year വിസ ആയിരിക്കും കിട്ടുന്നത്. 3 year കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യണം. നിങ്ങളുടെ വിസ എപ്പോൾ റിന്യൂ ചെയ്യണോ അപ്പോൾ ആ ടൈം തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെ വിസ റിന്യൂ ചെയ്യേണ്ടതുണ്ട്. 5 വർഷം നിങ്ങൾ വർക്ക് വിസയിൽ ഇവിടെ UK നിൽക്കുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് PR അപ്ലൈ ചെയ്യാം. PR കിട്ടി 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ 6 വർഷം കൊണ്ട് നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടും. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ സീനിയർ കെയർ വിസ എന്ന് പറഞ്ഞു വരുന്നത് നേഴ്സിൻ്റെ ജോലിയാണോ നിങ്ങളിവിടെ ചെയ്യാന്നുള്ളത്. ശരിക്കും നേഴ്സിംഗ് ജോബായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് കാര്യം ജനറൽ നേഴ്സിംഗോ അല്ലെങ്കിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ കെയർ ഹോമുകളിൽ ഒരു നേഴ്സിൻ്റെ ജോലിയല്ല ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുകയാണ് സീനിയർ കെയറേഴ്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു നേഴ്സിന് കിട്ടുന്ന പേ ആയിരിക്കത്തില്ല സീനിയർ കെയറിന് കിട്ടുന്നത്. യൂഷ്വലി ഒരു സീനിയർ കെയറിന് ഒരു മാസം 1500 തുടങ്ങി 2000 pound വരെയാണ് കിട്ടുന്നത്. അതായത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ പേ ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതായത് വീക്കിലി ഒരാഴ്ച 37.5 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ 37.5 മണിക്കൂർ എന്തായാലും ഈ കെയർ ഹോമിൽ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് 20 hour വേറെ ഏതെങ്കിലും ജോലിയോ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നമുക്ക് അഡീഷണൽ ആയിട്ട് 20 hour കൂടെ വേണമെങ്കിൽ ചെയ്യാം. അത് ഓപ്ഷണലാണ്. പക്ഷേ 37.5 മണിക്കൂർ നിങ്ങൾ എന്തായാലും ഈ കെയർ ഹോമിന് ഒരാഴ്ച ചെയ്ത് കൊടുക്കും. ഈ ജോബിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കെയർ ഹോം റെസിഡൻറ്റിൻ്റെ പേഴ്സണൽ കെയർ, അതുപോലെ തന്നെ മൂവിങ് ഹാൻഡ്ലിംഗ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ചില കെയർ ഹോമുകളിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് SVQ 3 and 4 ഒക്കെ ട്രെയിനിങ് തന്നിട്ട് മെഡിക്കേഷൻ ചെയ്യാൻ പറയും. പക്ഷേ അത്ര റെസ്പോൺസിബിലിറ്റി ഒന്നും നിങ്ങൾക്ക് അധികം ഏറ്റെടുക്കേണ്ടി വരില്ല. കൂടുതലും നഴ്സുമാരാണ് ആ ഏരിയ സ്ട്രെസ്സൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബല്ല. നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് വർക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏത് ജോലിക്ക് വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ വിസയിൽ പറയുന്നുണ്ടാവും ഡോക്ടറും ഡെന്റിസ്റ്റ് അങ്ങനത്തെ ജോലിയൊന്നും പറ്റത്തില്ല, ബാക്കി എന്ത് ജോലിക്ക് വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കിഡ്സിന് എഡ്യൂക്കേഷൻ ഇവിടെ ടോട്ടലി ഫ്രീ ആണ്. വേറെ എല്ലാ വർക്ക് വിസക്കാർക്കും ഉള്ള എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്കും കിട്ടും. അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം ടോട്ടലി ഫ്രീ ആണ്. എഡ്യൂക്കേഷനും ഫ്രീ ആണ്. ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് അവർ പറയുന്നത് IELTS 5 അല്ലെങ്കിൽ OET C അല്ലെങ്കിൽ ലെവൽ B1 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നിങ്ങളിപ്പോൾ നാട്ടിലൊരു BSc നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ UK നാരിക്കിൽ ആ സർട്ടിഫിക്കറ്റ് വെക്കുവാണെങ്കിൽ അവരുടെ അസസ്മെൻറ്റിൽ ലെവൽ B1 ഇക്വലൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നമ്മുടെ മീഡിയം ഓഫ് സ്റ്റഡി ഇംഗ്ലീഷ് ആണെന്ന് പ്രൂവ് ചെയ്താലും നമുക്ക് അതിന് ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ IELTS എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മിനിമം 4.55 ഒക്കെയാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ റിക്വയർമെൻറ്റ്സ് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് 3 year വർക്ക് വിസയിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ കെയർ ഹോമിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കെയർ ഹോമുകളിലേക്ക് വേറെ ജോബിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല.
വൺസ് PR കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 5 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. ആ 5 വർഷം PR കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. കോമൺ ആയിട്ട് നിങ്ങൾ കൂടുതൽ പേരും വരുന്നത് നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവരായിരിക്കും. അപ്പോൾ നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് സീനിയർ കെയർ വിസയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അറ്റ് ദ സെയിം ടൈം നിങ്ങൾ OET ആയോ IELTS സ്കോർ അച്ചീവ് ചെയ്ത് ഒരു നഴ്സിനായിട്ടുള്ള ഒരു സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് NHSൽ ജോലി അപ്ലൈ ചെയ്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വർക്ക് വിസ ക്യാൻസൽ ചെയ്തിട്ട് നഴ്സിംഗ് ജോബിലോട്ടേക്ക് പോകാം. അതിന് പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ജോബ് സെക്യൂരിറ്റി ആണ്. നിങ്ങളിപ്പോൾ ഒരു NHSലോട്ടാണ് 3 ഇയർ വർക്ക് വിസയിലോട്ട് വരുന്നതെങ്കിൽ ആ 3 ഇയർ നിങ്ങൾ സേഫ് ആണ് അവിടെ. പക്ഷേ കെയർ ഹോമിൻ്റെ സ്ഥാനത്താണെങ്കിൽ വൺസ് ഈ കെയർ ഹോമിന് ലൈസൻസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബിനെ അത് അഫക്റ്റ് ചെയ്യും. റേറ്റഡ് ലിസ്റ്റിലുള്ള കെയർ ഹോമുകളിലേക്ക് ആയിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഇൻ കേസ് അത് B റേറ്റഡോ അല്ലെങ്കിൽ C റേറ്റഡോ ആയിക്കഴിഞ്ഞാൽ B റേറ്റഡ് ലിസ്റ്റിലോട്ടേക്ക് അത് ഡൗൺ ആയിട്ട് വരുവാണെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സിയിലോട്ടേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കിടെ വർക്ക് വിസ ക്യാൻസൽ ആവും. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് വേറൊരു കെയർ ഹോം കണ്ടുപിടിക്കുക, വേറൊരു വർക്ക് വിസ കണ്ടുപിടിച്ച് സ്വിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല, എല്ലാ കെയർ ഹോമുകളിലും അത് സംഭവിക്കത്തില്ല. പക്ഷേ അങ്ങനെ ചാൻസ് ഉണ്ട്, അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വർക്ക് വിസ വേറെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ കുറച്ച് പൈസ ചിലവാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഏജൻസിക്കൊക്കെ കുറച്ച് പൈസയാണെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ 5 to 10 lakh ഒക്കെ വരും ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ. അത് ഓരോ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ പല ഏജൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, ബെസ്റ്റ് റേറ്റുള്ള ഏജൻസി നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ എന്നാൽ പോലും അതൊരു 1 year കൊണ്ട് അത് കോപ്പപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് PR കിട്ടാനായിട്ടൊരു ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. കാരണം UK ഇപ്പോൾ PR ഏത് ജോബിനാണ് PR കിട്ടാന്ന് വെച്ചാൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് PR കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ് UK PR കിട്ടിയെന്ന് സെറ്റിൽ ആവാനായിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ സീനിയർ കെയർ വിസ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ടല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആ സ്കില്ല് ലോസ് ആവാണ്. അപ്പം എല്ലാവരും റെക്കമെൻഡ് ചെയ്യുക ഇവിടെ നിങ്ങൾ ആ വിസയിൽ വന്നാൽ പോലും IELTS OET എഴുതി നഴ്സിംഗ് ജോലിയിലോട്ട് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പേ വൈസ് ആയാലും ബാക്കി എന്ത് ബെനിഫിറ്റ് വെച്ച് നോക്കിയാലും നഴ്സിംഗ് ജോബാണ് എപ്പോഴും നല്ലത്. നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രമാണ് സീനിയർ കെയർ വിസ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാവൂ. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ റൂള് March 4th ഇത് അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഏജൻസീസ് ഇപ്പം തന്നെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അത് എന്തുമാത്രം ഒതൻറ്റിക് ആണെന്ന് നിങ്ങൾ തന്നെ അത് മേക്ക് ഷുവർ ചെയ്യുക. കാരണം മിക്ക കെയർ ഹോമുകളും അഡ്വർടൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ വേക്കൻസീസ് ഒക്കെ വരുന്നു തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കുമായിരിക്കും കേട്ടോ അതെല്ലാം ഒന്ന് ആയി വരാനായിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏത് ഏജൻസിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഏജൻസിയെ റെക്കമെൻഡ് ചെയ്യില്ല. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു ഏജൻസിനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഓക്കെ, UK ഗവൺമെൻറ്റിൻ്റെ ഈ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കെയർ ഹോമുകളുടെ A റേറ്റഡ് B റേറ്റഡ് C റേറ്റഡ് ലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ പറ്റുമെങ്കിൽ അത് എടുത്ത് നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. വീണ്ടും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.